നമ്മളിന്ന് പോകുന്നത് നീണ്ടൂർ പഞ്ചായത്തിലെ മൂഴിക്കുളങ്ങര ഒരു വീടിൻ്റെ കയ്യാലയിൽ ഒത്തിനകത്ത് പാമ്പും കുഞ്ഞുങ്ങളും കൂടി ഇരിക്കണമെന്ന് പറയണം. എന്താണെന്ന് നോക്കാം. ഈ സമയത്ത് സാധാരണ കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങി പോകുന്ന സമയമാണ്. എങ്കിലും നോക്കാം. കരിങ്കൽക്കെട്ടിനും വലുതിരിക്കുന്നു, ഇതിനകത്ത് കുഞ്ഞിരിക്കുന്നു, വലുത് ഇതിനകത്തല്ലേ. ടോർച്ച് ഇല്ലോട്ടോ? ടോർച്ചുണ്ടോ? ടോർച്ച് എടുത്തരാ. ഈ പൊത്തിനകത്താണ്, കരിങ്കൽക്കെട്ടാണ്, ഇതിനകത്താണ് ഒരു സുഖവാസം എന്ന് പറഞ്ഞത്. എങ്ങോട്ടൊക്കെ റൗട്ടുണ്ടെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഏതൊക്കെ പൊത്തങ്ങോട്ടുണ്ട്, സാധനം ഇരിക്കുന്ന കാണുന്നില്ല. ഏതൊക്കെയാലും നിങ്ങൾ ഇതെടുത്തുണ്ടോ? അലവാങ്ക എടുത്തുണ്ടോ? നമുക്ക് വിളിച്ച് നോക്കാം. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് ലഭിക്കും. ജോർജ് എടുത്തത് മുമ്പ് നമ്മൾ ഇവിടെ നടുവിപ്പോൾ കണ്ടല്ലോ. കണ്ടിട്ട് പാമ്പ് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലല്ലേ? പാമ്പുള്ള ലക്ഷണം എനിക്ക് തോന്നിയില്ല. അതുകൂടെ അതല്ല പൊരിയല്ല. മുകളിൽ നിന്ന് കുത്തിനകത്ത് വരുന്നത്. അത് നമുക്ക് മറ്റ് അറണയൊക്കെ കണ്ടാൽ പാമ്പിൻ്റെ തല പോലെ ഇരിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് ഇന്നലെ കണ്ടത് ഇറങ്ങിപ്പോയായിരിക്കും, കയറിയിരുന്നായിരിക്കും. നിങ്ങളുടെ ഇത് കണക്കം കണ്ടപ്പം കയറിയിരുന്നായിരിക്കും, എന്നിട്ട് ഇറങ്ങിപ്പോയി കാണില്ല. ഇതിനകത്ത് പാമ്പിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള സ്ഥലമില്ല. ഇനി പൊത്ത് കീഴോട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇടയിൽ കൂടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ പാമ്പിനെ കണ്ട വിളിക്കണം, അന്നേരം വിളിക്കണം. കാരണം പാമ്പെന്ന് പറഞ്ഞ സാധനം ഒരിക്കലും സാറിന് ഇരിക്കില്ല. മുട്ടയിട്ടിരിക്കുന്ന സമയത്തോ പടം പോയിരിക്കുന്ന സമയത്തോ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അല്ലാതെ അവർ ഇരിക്കേണ്ട യാതൊരു സാധ്യതയില്ല. അവിടെ ഒരു പറ്റുന്നില്ല. ഈ കല്ല് കൂടെ ഒന്ന് അത് മഴ വരും. പണ്ട് പാമ്പിനെ പിടിച്ച് അവർ വന്ന് കോട്ടയത്തിൽ നിന്ന് ആൾ വന്ന് കൊണ്ടുപോയായിരുന്നു. ആണല്ലേ? പിന്നെ അത് 12 കിലോ മുകളിലുള്ള മൂർക്കനാണ്. മുട്ടയിടാനായിട്ടിരിക്കുകയാണ്. മുട്ടയിട്ടിരിക്കുകയാണ്. കോട്ടയത്താണ് വന്നത്.
ഇത് 12 കിലോ മിച്ചമുണ്ടായിരുന്നു. അതെ. ഇവൊക്കെ ഞങ്ങൾ വൈകിട്ട് പിടിച്ച് ചാക്കിനകത്ത് ആക്കി വെച്ചു. അവിടെ നോക്കിയാൽ മതി അല്ലേ. ഉള്ള പോലെ കേട്ടോ, ഉള്ള പോലെ ഉണ്ടെങ്കിൽ പോകാൻ പാടില്ല അല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മൾ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ പൊട്ടുമില്ല, പാമ്പുമില്ല, ചേമ്പുമില്ല, മെനക്കെട്ടത് വെറുതെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും.